അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പോവാണ് അല്ലെ? സെക്കൻഡ് ഇയറിലേക്ക് കയറി. അപ്പോ നമുക്ക് സെക്കൻഡ് ഇയറിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. എത്ര പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ്, ആ പേപ്പേഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഫസ്റ്റ് ഇയർ പോലെ തന്നെ അറിയാൻ നമ്മൾ ഓരോ ആൾക്കാർക്കും ആകാംക്ഷ ഉണ്ടാവും അല്ലെ? അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പോ ഇന്ന് ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പേര് നെസ്ല എന്നാണ്. എന്റെ കൂടെ നമ്മുടെ സുനീറ മാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ റെക്കോർഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാലു മാം കൂടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോ എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമ്മുടെ സെഷനിൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, നമുക്ക് 4 കോർ പേപ്പേഴ്സ് ആണല്ലേ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കോളജിയിൽ നമുക്ക് 6 കോർ പേപ്പേഴ്സും ബാക്കിയെല്ലാം ഇലക്ടീവ്സ് ആണുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റീരിയൽസും റെക്കോർഡഡ് നോട്ടുകളും അതേപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു പേപ്പേഴ്സിനാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, ചിലത് നമുക്ക് മെറ്റീരിയൽസ് ഓൺലി മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് റെക്കോർഡിങ്സ് ഉണ്ടാവില്ല, മെറ്റീരിയൽസ് മാത്രം നോട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പേപ്പേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സ് കോർ പേപ്പേഴ്സുകളായിട്ട് പറയുന്നതാണ് BP CC 105 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറാണ്. നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയലും റെക്കോർഡിങ്സും നമ്മുടെ വാല്യൂ ആഡഡ് നോട്ടും എല്ലാം ഉണ്ട്. ഇതിന് പ്രാക്ടിക്കൽ ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 ആണ്. 4 തിയറിയും 2 പ്രാക്ടിക്കലും ആണ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ പേപ്പറാണ് BP CC 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത്. ഫുള്ളി അവൈലബിൾ ആണ് അതും. അതിന്റെ ക്രെഡിറ്റും 6 തന്നെയാണ്. 2 ട്യൂട്ടോറിയലും 4 തിയറിയാണ് ഉള്ളത്. പിന്നെ മൂന്നാമത്തെ പേപ്പറാണ് BP CC 107 സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. ഫുള്ളി അവൈലബിൾ ആണ്. 6 ആണ് ക്രെഡിറ്റ് ഇതും വരുന്നത്. 4 തിയറും 2 ട്യൂട്ടോറിയലും തന്നെയാണ് ഉള്ളത്. പിന്നെ വരുന്ന പേപ്പറാണ് BP CC 108 എന്ന് പറയുന്ന പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച്. അല്ലെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചൊരു പേപ്പറിന്റെ സെക്കൻഡ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ 1 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സെക്കൻഡ് പേപ്പർ, അതിന്റെ രണ്ടാം ഭാഗം പോലെ പഠിക്കുന്നത്. ഇത് ഫുള്ളി അവൈലബിൾ ആണ്. ഇതിനും ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. 6 ആണ് വരുന്നത്. 4 തിയറി 2 ട്യൂട്ടോറിയൽ ആണ് വരുന്നത്. പിന്നെ അഞ്ചാമത്തെ പേപ്പറാണ് BP CC 109 ഡെവലപ്മെന്റൽ സൈക്കോളജി. ഫുള്ളി അവൈലബിൾ തന്നെയാണ് ലേൺ വൈസിൽ. അത് ക്രെഡിറ്റ് വരുന്നത് 6 തന്നെയാണ്. 4 തിയറി 2 ട്യൂട്ടോറിയൽ. നെക്സ്റ്റ് പേപ്പറാണ് BP CC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്ന 6 തന്നെയാണ്. 4 തിയറി 2 ട്യൂട്ടോറിയൽ ആണ് ഉള്ളത്. പിന്നെ വരുന്നത് BP CC 110, അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറഞ്ഞല്ലോ അല്ലെ. ഇത്രയാണ് നമ്മുടെ കോർ പേപ്പേഴ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഒക്കെ വരുന്ന ഇലക്ടീവ്സ്. ഈ ഇലക്ടീവ്സിൽ നമ്മൾ പറഞ്ഞ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡിങ്സും നമ്മളെ എന്താ പറയാ വാനും നമ്മുടെ SLM എല്ലാം ഉണ്ടാവും. മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡഡ് ആണ്. റെക്കോർഡിങ്സ് ഉണ്ടാവും, ലൈവ് സെഷൻസ് എല്ലാം നമ്മൾ കൊടുക്കും. അപ്പൊ ഇതില് BCOS 183 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ക്രെഡിറ്റ് വരുന്ന 4 ആണ്. BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് ക്രെഡിറ്റ് വരുന്നത് 4 തന്നെയാണ്. BPAG 173 എന്ന് പറയുന്നത് ഗവേണൻസ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അതായത് ഇനി അങ്ങോട്ടുള്ള 4 പേപ്പേഴ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. BPCG 173 സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, അതിന്റെ ക്രെഡിറ്റും ഞാൻ പറഞ്ഞ 6 തന്നെയാണ്. പിന്നെ BEGG 173 അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ ക്രെഡിറ്റ് 6 തന്നെയാണ്. BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് വരുന്നതും 6 തന്നെയാണ്. BPCS 184 സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. BPCS 186 മാനേജ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ഇതൊക്കെ ക്രെഡിറ്റ് 4 ആണ് കേട്ടോ വരുന്നത്. പിന്നെ BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് 4 തന്നെയാണ്. BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ക്രെഡിറ്റ് വരുന്നത് ഇവിടെയും 4 തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള പേപ്പേഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റീരിയൽസ് ഓൺലി മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ റെക്കോർഡിങ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഇതിൽ വരുന്ന പേപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് BANS 183 ടൂറിസം ആന്ത്രോപോളജി ക്രെഡിറ്റ് 4 ആണ്. BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ക്രെഡിറ്റ് 4 തന്നെയാണ് വരുന്നത്. BPCS 187 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് 4 തന്നെയാണ് കേട്ടോ. BPSSS 183 ലൈഫ് സ്കിൽ എന്ന് പറയുന്ന പേപ്പറാണ്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4 തന്നെയാണ്. പിന്നെ വരുന്ന പേപ്പേഴ്സ് 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് 6 എണ്ണമാണ്. അത് BSOG 173 റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും BPCG 174 സൈക്കോളജി ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു പേപ്പറും. ഈ 2 പേപ്പേഴ്സിന്റെ ക്രെഡിറ്റും 6 ആണ് വരുന്നത്. പിന്നെ വരുന്ന പേപ്പേഴ്സിന്റെ ഒക്കെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4, അതായത് BAN
S184 Public Health and Epidemiology, BEC S184 Data Analysis, BEG S188 Application, BEG S186 Business Communication, BPC S188 Application of School Psychology, പിന്നെ ONR002 ബേസിക്സ് ഓഫ് ഹൈഡ്രോളജി. ഇത്രയും പേപ്പേഴ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4. പിന്നെ BPCG 176 എന്ന് പറയുന്ന സൈക്കോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിന്റെ ക്രെഡിറ്റ് 6 വരുന്നത്. BEG G174 എന്ന് പറയുന്ന പേപ്പറിന്റെ ക്രെഡിറ്റ് പറയുന്നത് 6, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ. ഇത്രയും പേപ്പേഴ്സിന്റെയും മെറ്റീരിയൽസ് ഓൺലി മാത്രമേ ഇവിടെ പ്രൊവൈഡഡ് ഉള്ളൂ, റെക്കോർഡിങ്സ് അവൈലബിൾ അല്ല. ഓക്കെ, ഇനി നമ്മൾ BA സൈക്കോളജിന്റെ 3rd ഇയർ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു നോക്കാം എത്ര പേപ്പേഴ്സ് ആണുള്ളത്. അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പേപ്പേഴ്സ് ആണ്? 7 പേപ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ BPCC 11, അതായത് 111 എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. എല്ലാം ഫുള്ളി അവൈലബിൾ ആണ് കേട്ടോ, മെറ്റീരിയൽസും ഉണ്ട്, റെക്കോർഡിംഗ്സും ഉണ്ട്. ക്രെഡിറ്റ് വരുന്ന 6. BPCC 112 എന്ന് പറയുന്ന ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പർ ക്രെഡിറ്റ് വരുന്ന 6 തന്നെയാണ്. 2 തിയറി, 4 തിയറി, 2 പ്രാക്ടിക്കലും. BPCC 113 എന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്ന പേപ്പർ ക്രെഡിറ്റ് വരുന്ന 6 തന്നെയാണ്. 4 തിയറിയും 2 ട്യൂട്ടോറിയൽ ആണ് ഉള്ളത്. BPCC 114 എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് വരുന്നത് 6 തന്നെയാണ്. BPCE 141 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി, ക്രെഡിറ്റ് 6 തന്നെയാണ്. പിന്നെ BPCE 143 എൻവിയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ക്രെഡിറ്റ് വരുന്ന ഇതും 6 തന്നെയാണ്. BPCE 142 ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ്. ക്രെഡിറ്റ് 6. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ BPCE 144 എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബുക്ക് ഓഫ് ഡെസർട്ടേഷൻ, അതായത് നമുക്ക് പ്രാക്ടിക്കലായി ഇന്റേൺഷിപ്പ് ഒരു ഡെസർട്ടേഷൻ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലെ 4 വർഷത്തെ പ്രോഗ്രാമിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള പേപ്പേഴ്സുകൾ 4 കോർ പേപ്പേഴ്സുകൾ ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഏതാ? BPCC 104 എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പറും, BPCC 105 സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന മറ്റൊരു പേപ്പറും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്, ഇത് സൈക്കോളജിക്കൽ റിസർച്ച് ആണ് കേട്ടോ. BPCC 106 എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പർ. പിന്നെ BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. ഇത്രയാണുള്ളത്. പിന്നെ നമ്മുടെ അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, അതായത് ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യുള്ളൂ. BEGS 183 അതായത് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽ എന്ന് പറയുന്ന പേപ്പർ. ഇത് അല്ലെങ്കിൽ BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്ന പേപ്പർ. ഇതിൽ ഏതെങ്കിലും ഒന്നാ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി മൈനർ കോഴ്സ് ആയിട്ട് പറയുന്നത് സെക്കൻഡ് ഇയറിൽ എന്ന് പറയുന്നത് PSOM 161 എന്ന് പറയുന്ന ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിന്റെ ഒരു പേപ്പർ ആയിരിക്കും. പിന്നെ BSOM 162 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പേപ്പർ. ഇത്രയും പേപ്പേഴ്സ് ആണ് മൈനർ കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ പേപ്പേഴ്സിനെയും ഓരോ കോർ പേപ്പേഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നോക്കാം അല്ലെ. BPCC 105 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറാണ്. അതായത് നമ്മൾ റിസർച്ചിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. അതായത് എന്താണ് റിസർച്ചിന്റെ ഗോള്, കാര്യങ്ങൾ, എത്ര മെത്തേഡ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. അതായത് നമുക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പോപ്പുലേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, സാമ്പിളിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ആ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 ബ്ലോക്കുകളാണ്. ഓരോ ബ്ലോക്കിലും ആദ്യത്തെ ബ്ലോക്കിലാണ് 3 യൂണിറ്റ് ഉണ്ട്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിൽ 2 യൂണിറ്റ് ഉണ്ട്. മൂന്നാമത്തെ ബ്ലോക്ക് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 യൂണിറ്റുകളാണ്. പിന്നെ ഇതിലെ ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷന്റെ മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. 3 യൂണിറ്റുകളാണ് അതിലുള്ളത്. ഓക്കെ, ഇതിന്റെ എന്ന് വെച്ചാൽ ഇതിന് 2 ക്രെഡിറ്റ് ആണ് പറയുന്നത്. ഗൈഡ് ലൈൻസ് പ്രാക്ടിക് ഒക്കെ ഉണ്ടെങ്കിൽ 2 ക്രെഡിറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി BPCC 105 സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓരോ പേജിലും ഏതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രാക്ടിക്കത്തിനെ കുറിച്ചിട്ട്. ഇപ്പൊ പ്രാക്ടിക്കം ഫോർ BPCC 105 എന്ന് പറയുന്നത് 2 ക്രെഡിറ്റ് ആണ്. പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് 146. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ്, ഒരു അക്കാഡമിക് കൗൺസിലർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പിന്നെ ഒരു ലേണറിന് കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇവാലുവേഷന് ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഗൈഡും കാര്യങ്ങളും, പിന്നെ അതിന്റെ അപ്പൻഡിക്സും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, ഇനി അടുത്ത പേപ്പറാണ് BPCC 106 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പർ. ഇതിൽ നമുക്ക് എന്താണ് ഓരോ ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലെ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത്
സയന്റിഫിക് റിസർച്ചിന്റെ എംപിരിക്കൽ മെത്തേഡ് ഇൻ ബിഹേവിയറൽ റിസർച്ച്. അത് റിസർച്ചിനെ കുറിച്ചിട്ട് തന്നെ ഇവിടെയും പഠിക്കുന്നത് എന്തൊക്കെയാണ്, ഒരു സൈക്കോളജിക്കൽ റിസർച്ച് എന്താണ്, അതിന്റെ ഗോള്, ഒരു പ്രോബ്ലം എന്താണ്, ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണ്, കൺസ്ട്രക്റ്റീവ് വേരിയബിൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിക്കണം. പിന്നെ മെയിൻ ആയിട്ട് പറയുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. അപ്പൊ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും അതൊക്കെ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ റിസർച്ചാണ് നമുക്ക് എവിടെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുക, പോപ്പുലേഷൻ എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, എത്ര ടൈപ്പ് പോപ്പുലേഷൻ ഉണ്ട്, സാമ്പിളിംഗ് മെത്തേഡ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക. അപ്പൊ ഇവിടെയും 4 ബ്ലോക്കുകൾ ഉണ്ട്. ആദ്യത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റ് ആണ്, രണ്ടാമത്തെ ബ്ലോക്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 യൂണിറ്റ് ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിലും 2 യൂണിറ്റ്, നാലാമത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പേപ്പറിൽ. പിന്നെ നമുക്ക് അടുത്ത പേപ്പറായിട്ട് സോഷ്യൽ സൈക്കോളജിയാണ് വരുന്നത്. BPCC 107 എന്ന് പറയുന്ന പേപ്പറാണ്. ഇതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളതും സോഷ്യൽ സൈക്കോളജിന്റെ ബേസിക് ആയിട്ടുള്ള തിയറിയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 2 യൂണിറ്റ് ആണുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിൽ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതായത് സെൽഫിനെ കുറിച്ചിട്ടുള്ള കാര്യം, സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള സെൽഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുക. 2 യൂണിറ്റ് ആണുള്ളത്. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോഗ്നിഷൻ ആണ്, അതായത് ഒരാളുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, കോഗ്നിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു പേപ്പർ. അതായത് ഈ ബ്ലോക്കിൽ നമ്മൾ 3 യൂണിറ്റ് ആണുള്ളത്. പിന്നെ നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ലെ. ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയില്ലേ, സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതും നമ്മുടെ അഗ്രഷൻസ്, നമ്മളെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണ്, ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ കാര്യങ്ങൾ, പ്രോസോഷ്യൽ ബിഹേവിയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. 3 യൂണിറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അഞ്ചാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ, ഈ ഒരു പേപ്പറിൽ നമുക്ക് 5 ബ്ലോക്ക് പഠിക്കാനുണ്ട്. അപ്പോ ലാസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റ് പഠിക്കാൻ, എന്താണ് ഗ്രൂപ്പ് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മളറിയില്ലേ ലീഡർഷിപ്പ്, അങ്ങനെ. അതായത് ഒരു ഗ്രൂപ്പ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ ലീഡേഴ്സ് ഉണ്ടാവും ചില ഗ്രൂപ്പിൽ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് കേട്ടോ. അത് അടുത്ത പേപ്പറാണ് BPCC 108 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 2. ഇവിടെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റി നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് നമുക്ക് ഇൻഫറൻഷ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, പിന്നെ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുക, ആപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ബ്ലോക്കിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 യൂണിറ്റ് ആണ്. രണ്ടാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ പറയാ, പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പ്രത്യേകം എടുത്ത് പഠിക്കാണ്. അതായത് 2 മീൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, 2ൽ കൂടുതൽ മീൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാ ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് കാണണ്ടേ എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് എന്താണ് 2 യൂണിറ്റ് ആണ് അവിടെ ഉള്ളത്. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പാരാമെട്രിക് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത നമുക്ക് നോൺ പാരാമെട്രിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. Chi-square എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അതിന്റെ കമ്പ്യൂട്ടേഷൻസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിലുള്ള ബാക്കിയുള്ള ടെസ്റ്റുകളാണ് മാൻ വൈറ്റ് യു ടെസ്റ്റ്, മീഡിയം ടെസ്റ്റ്, ക്രൂഷിക്കൽ വാല്യൂ ടെസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ പറയാ, ഇത്രയും ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാൻ, 5 ബ്ലോക്കും കണ്ട് പഠിക്കാനുണ്ട്. പിന്നെ ബ്ലോക്ക് 4 സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്, അതായത് നമ്മൾ സോഷ്യൽ സയൻസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സൽ ആവശ്യമാണ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്താൽ. അപ്പൊ എക്സലിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് SPSS സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ അതിന്റെ ഫ്രീക്വൻസി, ഡിസ്ക്രിപ്റ്റീവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന, ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ, നമ്മൾ 4ാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 യൂണിറ്റ് ആണ് ആ ഒരു ഇതിലുള്ളത്. പിന്നെ അടുത്ത പേപ്പറാണ് BPCC 109 എന്ന് പറയുന്ന പേപ്പർ, ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇതിൽ ആദ്യത്തെ ബ്ലോക്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ പെർസ്പെക്റ്റീവ് കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ ആണ്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടും സൈക്കോ സോഷ്യൽ ആയിട്ടും സൈക്കോ ഡൈനാമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന, കോഗ്നേറ്റീവ് ആയിട്ടും ഹ്യൂമനിസ്റ്റിക് ആയിട്ടും പല സ്റ്റേജസ് ലൈഫ് സ്പാൻ, നമ്മുടെ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്ലോക്കിനെയാണ് ഓവർവ്യൂ ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിലുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 യൂണിറ്റുകളാണ്. പിന്നെ അടുത്ത ബ്ലോക്കാണ്, രണ്ടാമത്തെ ബ്ലോക്കാണ് ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക്. ഇതിൽ നമ്മളെ പല ഡൊമൈൻസ്, ഡെവലപ്മെന്റിന്റെ പല ഡൊമൈൻസുകളാണ് പഠിക്കാനുള്ളത്. നമ്മളെ ലാംഗ്വേജ്, കോഗ്നിറ്റീവ്, നമ്മളെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ, നമ്മുടെ സെൽഫിന്റെ ഡെവലപ്മെന്റ്, നമ്മളെ ജെൻഡർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് 6 യൂണിറ്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ബ്ലോക്കാണ് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത്. 3 യൂണിറ്റ് ആണുള്ളത്. പിന്നെ 4ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതായത് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഇതിൽ നമുക്കറിയില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നമ്മൾ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്
2 യൂണിറ്റുകളാണ്. ഇനി അടുത്ത പേപ്പറാണ് BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അതിന്റെ മെത്തേഡ്സ്, അപ്രോച്ചസ്, പിന്നെ എന്താണ് ഡെഫിനിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ 3 യൂണിറ്റ് ആണുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിൽ ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിൽ നമ്മൾ സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ പ്രോബ്ലംസ്, ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ 2 യൂണിറ്റ് പഠിക്കാനുണ്ട്. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. ഏതൊക്കെ സെറ്റിംഗ്സിലുള്ള അപ്ലിക്കേഷൻ ആണ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. നമുക്ക് 5 യൂണിറ്റുകൾ അവിടെയും പഠിക്കാനുണ്ട്. പിന്നെ 4ാമത്തെ യൂണിറ്റ് ആണ് 4ാമത്തെ ബ്ലോക്കിൽ അപ്ലിക്കേഷന്റെ 2ാം പാർട്ട് പോലെ. അതായത് നമ്മൾ ബാക്കിയുള്ള ലീഗൽ സെറ്റിംഗ്സിലൊക്കെ നോക്കിയെങ്കിൽ ഇവിടെ നമ്മൾ ക്ലാസ് റൂം, സ്പോർട്സ്, സോഷ്യൽ മീഡിയ, ഹെൽത്ത്, ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഉള്ള അപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഇതിൽ 4 യൂണിറ്റ് പഠിക്കാനുണ്ട്. 5ാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഇന്റർവ്യൂ, ഡിസൈനിങ് ഇന്റർവെൻഷൻസ്. അതായത് നമ്മുടെ ഒരാളുടെ ബിഹേവിയറിന്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ഇന്റർവെൻഷൻസ് ഡിസൈൻ ചെയ്യാന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് 3 പ്രാക്ടിക്കൽ ആണ് കേട്ടോ. പ്രാക്ടിക്കൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സുനീറ മാം ഒന്നും കൂടെ പറഞ്ഞുതരും. അപ്പൊ സുനീറ മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഓവർ ടു യു മാം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെയിൻ സബ്ജക്ട്സിലെ കോഴ്സ് പേപ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ നസ്ല മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഓരോ പേപ്പറായിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയുള്ള ഓരോ ക്ലാസ്സുകളും എന്താ പറയാ കോർ പേപ്പേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോളും. പിന്നെ സെക്കൻഡ് ഇയേഴ്സ് ആയതുകൊണ്ട് അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇയറിന്റെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇയറിന്റെ അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഇയറിലും വരുന്നത്. വ്യത്യാസം വരുന്നത് പ്രാക്ടിക്കൽസിൽ മാത്രമാണ്. പ്രാക്ടിക്കൽ വരുന്ന സമയത്തുള്ള ഒരു ചേഞ്ച് മാത്രമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ നമുക്ക് അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റ്, ടേം ആൻഡ് എക്സാംസ് ആൻഡ് ഇവാലുവേഷൻ പ്ലസ് ഗ്രേഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 100% അറ്റൻഡൻസ് വരേണ്ടത് പ്രാക്ടിക്കൽസിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് രണ്ട് കാര്യമായിട്ടാണ്, 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് തിയറി കോമ്പണൻസും മറ്റൊന്ന് പ്രാക്ടിക്കൽ കോമ്പണൻസും. തിയറിയിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ ജൂലൈ ബാച്ച് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടാവുന്നത് കമ്മിങ് ജൂണിൽ തന്നെയായിരിക്കും. ഫസ്റ്റ് ഇയറിന്റെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് കോർ പേപ്പേഴ്സ് ഒക്കെ വലിയൊരു ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടിന്യൂസ് എക്സാംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. കമ്മിങ് ജൂണിലായിരിക്കും വരുന്നത്. ഈ ജൂണല്ല, ഓക്കെ. അപ്പൊ അടുത്ത ജൂണിലായിരിക്കും എക്സാം വരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മുമ്പേ ആയിട്ട് April 30 ആകുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒന്നാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ April 30 എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു ഡേറ്റ് പറയുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നമ്മുടെ സെന്റേഴ്സിനനുസരിച്ച്, സ്റ്റഡി സെന്റേഴ്സിനനുസരിച്ച് ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ കോഴ്സിനും ഓരോ സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്യൂട്ടോറിയൽ കോമ്പണൻസ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ പാർട്ട് കൂടുതലാണ്. ഓക്കെ, അതായത് നമുക്ക് സെക്കൻഡ് ഇയറിൽ കുറെ പേപ്പേഴ്സ് ഉണ്ട്. കോർ പേപ്പേഴ്സ് 6 ആയിട്ടാണ് വരുന്നത്. അതിൽ ചില 2 പേപ്പറിന് മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽസ് ഉള്ളൂ. അല്ലാത്തതിനൊക്കെ നമുക്ക് ട്യൂട്ടോറിയൽ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 100-ലാകുമ്പോൾ 35 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് അസൈൻമെന്റിന്റെ പോർഷൻ എന്താണ്, നമ്മളൊരു ഇവാലുവേഷന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. TMAയുടെ നമുക്ക് മാർക്ക് കിട്ടും. 35% കൂടുതൽ, 35ഓ അതിൽ കൂടുതലോ കിട്ടിക്കഴിഞ്ഞാൽ അസൈൻമെന്റിന്റെ കാര്യം ക്ലിയർ ആയി. ഓക്കെ, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സാം ആണ് അല്ലെ. രണ്ടാമത്തെ വരുന്നത് നമുക്ക് എക്സാം ആണ്. എക്സാംസ് എന്ന് പറയുമ്പോൾ ജൂണിലായിരിക്കും വരുന്നത്. അതിന്റെ മുന്നേ നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാംസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം നമുക്ക് ജൂണിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ മാർച്ച് ഒക്കെ തൊട്ട് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ മുമ്പേ ആയിട്ട് തന്നെ ഏകദേശം ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെൻഡേറ്റീവ് ടൈം ടേബിളും അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാം. ടൈം ടേബിളിന്റെ ഒക്കെ ഒരു നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ടെൻഡേറ്റീവ് ടൈം ടേബിളിൽ വരാറില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തു പോവാം. അപ്പം സെയിം അസൈൻമെന്റ്സിന്റെ അതേപോലെ തന്നെയാണ് മാർക്കിംഗ് വരുന്നത്. 35% ഓരോ സബ്ജക്റ്റിനും 35%. എന്ന് വെച്ചാൽ 100-ലാണെങ്കിൽ 35ഉം 50-ലാണെങ്കിൽ 18ഉം ആണ് നമ്മുടെ പാസ് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ മിനിമം പാസ് മാർക്ക് 35% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ TE11 എക്സാമിനേഷനിൽ പാസ് ആവുന്നു. അതാണ് എക്സാമിന്റെ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് പ്രാക്ടിക്കൽ ആണ്.
പ്രാക്ടിക്കൽ കോമ്പണൻസിൽ നമ്മൾ ആദ്യത്തത് നമ്മുടെ പ്രാക്ടിക്കൽ കോണ്ടാക്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് ഇയറിന്റെയും പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ക്ലാസ്സുകളെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ 2 പേപ്പറാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നത്. 105 റിസർച്ച് മെത്തഡോളജിയും അതേപോലെ 110 ആണ് പ്രാക്ടിക്കൽസ് വരുന്നത്. അപ്പം ഈ 2 പേപ്പറിന്റെയും അതിൽ പഠിക്കുന്ന ചില തിയറീസും കാര്യങ്ങളും ഒക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ കോണ്ടാക്ട് സെഷൻസ് ഉണ്ടാവുന്നത്. അവിടെ 100% അറ്റൻഡൻസ് നമുക്ക് നിർബന്ധമാണ്. 2 ദിവസമാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ 2 ദിവസവും നമ്മൾ അറ്റൻഡ് ആയിരിക്കണം, പ്രസന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് നമ്മുടെ ബാച്ച്മേറ്റ്സും ആയിട്ട്, ഇപ്പൊ ഞാനും എനിക്കിപ്പോ നേരെ കാണുന്ന മുഫീദയാണ്, നമ്മളൊരു ബാച്ചിലുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുഫീദയുടെ ചെയ്യുന്നു, മുഫീദ എന്റെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താണ് നമ്മൾ പഠിക്കുക. അതിനുശേഷം എക്സാം വരുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റിനെയും കൊണ്ട് പോകണം. സബ്ജക്റ്റിന് വെച്ചിട്ടായിരിക്കും എക്സാം ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ വൈവയും കൂടെ ഉണ്ടാവും. ഇതാണ് പ്രാക്ടിക്കൽസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലിലും ഇതേപോലെ തന്നെ നമുക്ക് പാസ് മാർക്ക് ഉണ്ട്. നമ്മൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ആദ്യം ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ ഡെമോ സെഷൻ പോലെ നമ്മൾ ചെയ്ത് പഠിക്കുന്ന പ്രാക്ടിക്കൽസ് ഉണ്ട് അല്ലെ, അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റഡി സെന്റർ പറയുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സാം, ഒരു 2 വീക്കിന്റെ ഒക്കെ ഗ്യാപ്പിന് ശേഷമാണ് സാധാരണ എക്സാം വരാറുള്ളത്. ടിക്ക് ശേഷം, അതായത് നമ്മുടെ ടേമിന്റെ എക്സാമിന്, റിട്ടേൺ എക്സാമിന് ശേഷമാണ് പ്രാക്ടിക്കൽസ് വരാറുള്ളത്. ആ കൂട്ടത്തിൽ നമുക്കൊരു വൈവയും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് 35% തന്നെയാണ് മാർക്ക് വരുന്നത്. ഈ എല്ലാത്തിലും 35% മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ആവുന്നു. നമ്മൾ അടുത്ത ഇയറിലേക്ക്, തേർഡ് ഇയറിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് ഇയറിന്റെ അസൈൻമെന്റും പ്രാക്ടിക്കൽസും അതേപോലെ ടേമിന്റെ എക്സാമിനേഷനുമായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ ചെയ്ത അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രാക്ടിക്കൽസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ പോലെ വരുന്നത്. ബാക്കി എല്ലാം നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ സെയിം തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, 6 മെയിൻ പേപ്പേഴ്സും അല്ലെങ്കിൽ കോർ പേപ്പേഴ്സും 4 ഇലക്ടീവ്സും, അങ്ങനെ 10 പേപ്പേഴ്സ് വരുന്നുണ്ട്. അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ, പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോവുക. ഒരുപാട് വെയിറ്റ് പോലെ തോന്നും, അവസാനം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാരം പോലെ തോന്നും. അപ്പോൾ ഇപ്പോഴേ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ, അതേപോലെ നമ്മുടെ ടൈം ടേബിൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക. ലേൺ വൈസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. എന്നാലും നമുക്ക് കറക്റ്റ് വേയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും. ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റൻഡൻസ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക, അതിലൊക്കെ ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, അതും നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിൽ നടത്താറുള്ള കോണ്ടാക്ട് ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതും, അതേപോലെ പ്രാക്ടിക്കൽസിന്റെ കോണ്ടാക്ട് ക്ലാസ്സും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻഡ് ആയിരിക്കും അല്ലെ. അതിൽ അവര് കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ബാച്ച് തിരിച്ചു കഴിഞ്ഞാലും പ്രാക്ടിക്കൽസിന്റെ സെഷൻസ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അവർ അയച്ചു തരും. അതിന്റെ പുറമെ മെയിലും അയച്ചു തരും. അപ്പൊ ഇടയ്ക്കൊന്ന് മെയിലും ചെക്ക് ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി അവരെ തന്നെ സ്റ്റഡി സെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കുക. അത് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആവശ്യങ്ങൾ വെച്ചിട്ടൊന്നും അവർ നമ്മൾ അലോ ചെയ്യുന്നതല്ല. പക്ഷേ ഒരു ഹെൽത്ത് ഇഷ്യൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മേ ബി അടുത്ത ബാച്ചിന്റെ കൂടെ ചെയ്യാനുള്ള ഒരു അവസരം തരുന്നതായിരിക്കും. എന്തുണ്ടെങ്കിലും പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് സ്റ്റഡി സെന്ററിനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ നിങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രം സെന്റർ ആയിട്ടുള്ളവരുടെയും അതേപോലെ പിന്നെ കണ്ണൂരിൽ ഒരു സെന്റർ ഉണ്ടല്ലോ, കാസർഗോഡിൽ ഒരു സെന്റർ ഉണ്ടല്ലോ, സ്റ്റഡി സെന്റർ ഉണ്ടല്ലോ, അവിടെയും മേ ബി പ്രാക്ടിക്കൽ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. വേറെ എവിടെയും കണ്ടക്ട് ചെയ്തിട്ടില്ല. അവർക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ടാവും. അവർക്ക് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ട് എക്സാമിന് പോകുമ്പോൾ അത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതേപോലെ സ്റ്റഡി സെന്റർ മോഡൽ തരും. അവർ തരുന്ന മോഡലിനും ഫോർമാറ്റിനും അനുസരിച്ച് മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പോവാം. ഓക്കെ, റെക്കോർഡിന്റെ പ്രിപ്പറേഷൻ ആ മോഡലിനും ഫോർമാറ്റിനും അനുസരിച്ച് മാത്രം പോവാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 100% അറ്റൻഡൻസ് ആണ് പ്രാക്ടിക്കൽ കോണ്ടാക്ട് സെഷൻസ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഡിസർട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് തേർഡ് ഇയറിൽ നമുക്ക് നിർബന്ധമായിട്ടും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ സെക്കൻഡ് ഇയറിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് 2 പേപ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് റിസർച്ച് മെത്തഡോളജി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്.
ഇത് രണ്ടും നല്ല വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് റിസർച്ച്, അതിന്റെ മെത്തഡോളജി എങ്ങനെയാണ്, അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, എത്തിക്കൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ തേർഡ് ഇയറിൽ വരുന്ന ഡിസർട്ടേഷൻ അഥവാ റിസർച്ച് വർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. നമ്മുടെ 105 എന്ന പേപ്പർ റിസർച്ച് മെത്തഡോളജി ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പേപ്പറാണ്. ഓക്കെ, ഇനി അസൈൻമെന്റ്സ് ആണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ പേപ്പേഴ്സിനും അസൈൻമെന്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ സ്റ്റഡി സെന്റേഴ്സിന്റെ അവർ പറയുന്നതിനനുസരിച്ച്, ഇപ്പൊ അതായത് ചില സ്റ്റഡി സെന്റേഴ്സിന് അത്യാവശ്യം കൂടുതൽ കണ്ടന്റ് വേണ്ടി വരും, ചിലർക്ക് അധികം വേണ്ടി വരില്ല. അപ്പൊ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. 10 പേപ്പറിനും അസൈൻമെന്റ് ഉണ്ട്. ഓരോ പേപ്പറും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ട്യൂട്ടോറിയൽ പാർട്ട് അധികം വരുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ പാർട്ടുകളെയൊക്കെ തന്നെ ഉള്ള പേപ്പേഴ്സിനൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊരു എക്സ്ട്രാ വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട്, നമുക്ക് നമ്മുടെ ഗൈഡ് ബുക്ക് ഒക്കെ ഓരോന്നോരോന്നായിട്ട് റിലീസ് ചെയ്ത് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഗൈഡ് ബുക്ക് റിലീസ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി പോവുക. നിങ്ങളുടെ മെന്ററിന്റെ LSന്റെ ഒക്കെ സപ്പോർട്ട് നിങ്ങൾ സമയാസമയങ്ങളിൽ തന്നെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാം എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ TE ആണ്, ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ജൂണിലാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കാറുള്ളത്. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഇലക്ടീവ്സിനേക്കാൾ കൂടുതൽ വരുന്നത് കോർ പേപ്പേഴ്സ് ആണ്. ഇപ്പൊ കോർ പേപ്പേഴ്സ് ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, അധികം ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിലാണ് കോർ പേപ്പേഴ്സിന്റെ എക്സാംസ് നടക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ടൈം ടേബിൾ കിട്ടും. ടെന്റേറ്റീവ് ടൈം ടേബിൾ വളരെ നേരത്തെ നമുക്ക് കിട്ടുന്നതാണ്. ആ സമയം മുതലേ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസും എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ മൂവ് ചെയ്യുക. എക്സാം ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള തരത്തിലൊന്നും അല്ല വരുന്നത്. നമുക്ക് എക്സാം അസൈൻമെന്റ്സ് ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഒക്കെ കിട്ടും. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കുറെ ഐഡിയാസ് കിട്ടും. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ലാൻഡ്വൈസിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്, അതിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 35 അല്ലെങ്കിൽ 80. ഓക്കെ, അതായത് ഔട്ട് ഓഫ് 50 ആകുമ്പോൾ 80നും ഔട്ട് ഓഫ് 100 ആകുമ്പോൾ 35. പിന്നെ നമുക്ക് ഫൈനൽ റിസൾട്ട് എങ്ങനെയാ വരുന്നത്? തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ, തേർഡ് ഇയറും കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ട് അല്ലെ. ആ ഫൈനൽ റിസൾട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും അതേപോലെ അസൈൻമെന്റും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്. അതായത് ടേം ആൻഡ് എക്സാമിനേഷന്റെ 70%ഉം അസൈൻമെന്റിന്റെ 30%ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്, ഗ്രേഡ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ബെനിഫിറ്റും കൂടെ നിങ്ങൾ ഓർക്കുക. അസൈൻമെന്റ് നമുക്ക് എത്രയും വൃത്തിയിൽ, അത്രയും ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അസൈൻമെന്റ് എത്രത്തോളം വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും വൃത്തിയിൽ ചെയ്തു പോവുക. അതിന് മാക്സിമം മാർക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഗ്രേഡിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 30% മാർക്ക് വരുന്നത് അസൈൻമെന്റിനാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ലാൻഡ്വൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള മോഡേൺ ടൂൾസും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ടൂൾസ് നമ്മുടെ ലാൻഡ്വൈസ് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതിന്റെ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട്, അതിന്റെ ഓരോന്നിന്റെയും യൂസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ റിസോഴ്സസും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ സപ്പോർട്ട് സിസ്റ്റംസും സർവീസസും ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ലാൻഡ്വൈസിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെ ഇപ്രാവശ്യം റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ കൂടെ വാല്യൂ ആഡഡ് നോട്ട്സ് വരുന്നുണ്ട്. എക്സാം സ്പെഷ്യൽ ഗൈഡ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഇയറിൽ ഉള്ളത് പോലെ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ടൂൾസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ്, PYQ അൾട്ടിമേറ്റ് അനാലിസിസ് വരുന്നുണ്ട്. ഇഗ്നു മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും നമ്മൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ. ഇഗ്നു എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അതേപോലെ ലേൺബൈസിന്റെ തന്നെ നമ്മുടെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതിന്റെ പുറമെയാണ് കോ കരിക്കുലർ ഇവന്റ്സ് അല്ലെ. നമ്മളിപ്പോ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു, August 15th സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഓരോ പ്രോഗ്രാംസും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പഠനം അല്ലെ, പഠിക്കുക എന്നുള്ളതിലേക്ക് ഒതുങ്ങിക്കൂടാതെ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഓൺലൈൻ ആണെങ്കിലും ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഫോണിന്റെയോ മുന്നിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ കോ കരിക്കുലർ ഇവന്റ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇവന്റ്സിനൊക്കെ നിങ്ങൾ ഭാഗമായതാണ്. ഇനിയും അതുപോലെ അല്ലെങ്കിൽ അതിലേറെ ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്യാനും
അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. അതിന് പുറമെ ഇനി നമ്മൾ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതിന്റെ ഭാഗമാവാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ Q&A ടൈമാണ്. അപ്പൊ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അസൈൻമെന്റ് കൂടാതെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡും കൂടെ ഉണ്ടാവും. അതെ അതെ, പ്രാക്ടിക്കൽ റെക്കോർഡ് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഒക്കെ പ്രാക്ടിക്കൽ റെക്കോർഡ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് അസൈൻമെന്റിന് നമ്മൾ അസൈൻമെന്റ് ചെയ്യുന്ന രീതിയിലല്ല പ്രാക്ടിക്കൽസിന്റെ റിപ്പോർട്ട് വരുന്നത്. നമ്മൾ ഒരു ഡെമോ സെഷൻ പോലെ അവർ സ്റ്റഡി സെന്റേഴ്സ് ഒന്ന് കാണിച്ചു തരും. അതായത് അതിലൊരു എയിം ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് +2 ചെയ്തിട്ടില്ലേ, അതേ രീതിയിൽ ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വരുന്നത്. അവര് ഡെമോ കാണിച്ചു തരും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോർമാറ്റും തരും, സ്റ്റഡി സെന്റേഴ്സ് ഫോർമാറ്റ് തരും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ ഉണ്ടാവും, ഇനിയിപ്പോ സെക്കൻഡ് ഇയറിന്റെ ഒക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനി ഏകദേശം ഒരു ഡിസംബർ ജാനുവരി ആ സമയത്തിന്റെ ഇടയിലായിരിക്കും ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷമേ സെക്കൻഡ് ഇയർ വരുള്ളൂ. പ്രാക്ടിക്കൽസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. അവർക്ക് തീരുമാനിക്കാം എപ്പോൾ കണ്ടക്ട് ചെയ്യണം, എക്സാംസ് എപ്പോൾ കണ്ടക്ട് ചെയ്യണം, പ്രാക്ടിക്കലിന്റെ ക്ലാസ്സും പ്രാക്ടിക്കലിന്റെ എക്സാംസും ഒക്കെ എപ്പോൾ വേണം എന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യണോ അല്ലേ? അതെ, അതാണ് 100% അറ്റൻഡൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. പ്രാക്ടിക്കൽസിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പൊ 2 ദിവസമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 101 ഉം 103 ആണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയും ഇൻഡിവിജ്വൽ ഡിഫറൻസും അതിന് 2 ദിവസമായിട്ടാണ് വെക്കുക. ഒരു ദിവസം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഒരു ദിവസം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് വെക്കാറുള്ളത്. ഇപ്പൊ 2 ദിവസവും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ മാം, താങ്ക് യു. പിന്നെ അവര് ഓരോരുത്തരും നിങ്ങളെ ബാച്ച് ആയിട്ട് തിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാച്ച് ആയിട്ട് തിരിക്കും. ഇപ്പൊ ഓരോ ബാച്ചിനും കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും അവിടുന്ന്, സ്റ്റഡി സെന്റേഴ്സ്. അപ്പൊ അവരുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റെക്കോർഡും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അവര് നിങ്ങൾ എഴുതിയിരിക്കുന്ന റെക്കോർഡ്സിനെയൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മെന്റേഴ്സിനെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ മാർക്ക് കൂട്ടിച്ചേരിക്കില്ലേ ലാസ്റ്റ് ഗ്രേഡ് നമുക്ക് വരാം, ലാസ്റ്റ് തേർഡ് ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും? അതെ, ലാസ്റ്റ് അങ്ങനെയായിരിക്കും വരുന്നത്. ഗ്രേഡ് വരുമ്പോൾ അങ്ങനെ വരും. പ്രാക്ടിക്കൽസ് ഒക്കെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ അസൈൻമെന്റിനൊക്കെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഇന്റലിജൻസ് പഠിച്ചു, പേഴ്സണാലിറ്റി പഠിച്ചു, മെമ്മറി പഠിച്ചു. ഇതൊക്കെ എങ്ങനെ വേറൊരാളുടെ അസസ് ചെയ്യാം, മറ്റൊരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെ അസസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇന്റലിജൻസ് എങ്ങനെ അസസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ എളുപ്പമാണ്, ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അതിന്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇൻട്രോ മുതൽ അങ്ങോട്ടുള്ള റെക്കോർഡ് എഴുതുമ്പോഴാണ് നമുക്ക് ഒരു ഇഷ്യൂ എന്നല്ല, ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ വൈവ വരുന്ന സമയത്ത് ഇപ്പോ ഇന്റലിജൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണെങ്കിൽ പെർസെപ്ഷൻ ഒക്കെയാണ് വരുന്നത്, പെർസെപ്ഷൻ അറ്റൻഷൻ ഒക്കെയാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ എഴുതുമ്പോൾ അത് വൃത്തിയിൽ മനസ്സിലാക്കി എഴുതുക, പഠിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക, അത്രയും. പിന്നെ അതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രാക്ടിക്കൽസ് ഒക്കെ. ഒരുപാട് ലോസ് ഒന്നും വരില്ല. കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അതിന് ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ക്ലാസ്സിൽ പോകുമ്പോൾ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലല്ലേ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പാർട്ടിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. എങ്ങനെ നമ്മൾ ഈ പ്രാക്ടിക്കൽസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് മാർക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കും. ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ സബ്ജക്റ്റിനെ കൊണ്ടാണ് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഒരു സബ്ജക്റ്റിനെ കൊണ്ടുപോയി, മുഫീദ ഒരാളെ കൊണ്ടുപോയി, സജന വേറൊരാളെ കൊണ്ടുപോയി. അപ്പൊ ഈ നമ്മൾ കൊണ്ടുപോകുന്ന ആളെയല്ല നമുക്ക് തരിക, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആരെങ്കിലും ആയിരിക്കും റാൻഡം ആയിട്ടാണ് നമുക്ക് സബ്ജക്റ്റിനെ കിട്ടുക. അപ്പൊ നമ്മൾ ഒരു പുതിയ ആളെ പരിചയപ്പെട്ടിട്ട് ഒരു ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെ നമ്മളത് ചെയ്യുന്നു എന്നുള്ളത്, ഒരു ക്ലയന്റിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഫസ്റ്റ് ഡെമോ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി.
സപ്പോസ് ഇപ്പോ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് അഥവാ മിസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേയ്സ് ഇപ്പോ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ ചെയ്യണ പോലെ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? പ്രാക്ടിക്കൽസ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റഡി സെന്ററിൽ ഇൻഫോം ചെയ്യാം. കാരണം വെച്ചിട്ട് നമ്മളൊരു റീസൺ വെച്ചിട്ട് ഇൻഫോം ചെയ്യാം. നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ജൂലൈ ബാച്ചാണ് നിങ്ങൾ, ജൂലൈ ബാച്ചിന്റെ കൂടെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഫെബ്രുവരി ബാച്ചിന്റെ ആയിരിക്കും വരുന്നത്, അവരുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതില് നമ്മൾ ഡയറക്റ്റ് ഇൻഫോം ചെയ്യും. നമ്മൾ സ്റ്റഡി സെന്ററിന് ഇൻഫോം ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള പെർമിഷൻ വാങ്ങിക്കും. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ പ്രാക്ടിക്കൽസ്, കാരണം ഓൾറെഡി ലേറ്റ് ആണ്. അവർ ഓൾറെഡി കുറച്ച് 6 മാസത്തിന് ശേഷമൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് തേർഡ് ഇയറും കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5-6 മാസത്തെ ഒരു ഗ്യാപ്പ് എന്തായാലും വരും, എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അതും നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഇയർ ആണ് വെറുതെ പോകുന്നത്, നമ്മുടെ ടൈം വെറുതെ പോവാണ്. അപ്പോൾ പറ്റുന്നതും ഇത്രയും ബുദ്ധിമുട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇത് മാറ്റണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ന്യൂസ് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ചസിനൊക്കെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നത്? ഇല്ല ഇല്ല, നിങ്ങളെ അത് ബാധിക്കില്ല. പുതിയ ബാച്ച് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കുലർ വന്നിട്ടുള്ളത്. അതായത് ഇനി അങ്ങോട്ട് സൈക്കോളജി ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി UGC അംഗീകരിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും അംഗീകാരമുള്ള ഒരു സമയത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഓൺഗോയിങ് ബാച്ചിനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കണ്ട, മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കുക. നമ്മുടെ കോഴ്സ് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇന്റേൺ പോലെ ചെയ്യേണ്ടി വരും തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം? ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കുറെ പേരൊക്കെ ഇപ്പോൾ നമ്മൾ തേർഡ് ഇയർ കഴിഞ്ഞ നമ്മുടെ ലേണേഴ്സ് തന്നെ അവർക്ക് അറിയാവുന്ന ഹോസ്പിറ്റൽസിലോ ക്ലിനിക്കിലോ ഒക്കെ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ തേർഡ് ഇയറിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ഇൻഡെപ്ത് സിലബസിലേക്ക് വരുന്നത്. ഓക്കെ മാം. അതായത് പിന്നെ കുറച്ചുകൂടെ അബ്നോർമൽ സൈക്കോളജിയും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കൗൺസിലിംഗ് സൈക്കോളജിയും ഒക്കെ പഠിച്ചു തുടങ്ങുന്നത് അവിടെ തേർഡ് ഇയറിലാണ്. അപ്പൊ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. അങ്ങനെ തേർഡ് ഇയർ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ കയറിയിട്ട് ഇന്റേൺ ചെയ്യാൻ പറ്റും അല്ലെ? തടസ്സമില്ല, ചെയ്യുന്നതുകൊണ്ട് തടസ്സമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആക്ച്വലി PG കൂടെ കഴിഞ്ഞാലാണ്, MSc കഴിഞ്ഞാലാണ് ഇന്റേൺഷിപ്പിന്റെ ഒക്കെ ഒരു അത്രയും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. പക്ഷെ തേർഡ് ഇയറിലുള്ള പേപ്പേഴ്സിനൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്ത് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയിക്കോളാം. എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് അത്രയും കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ പ്രാക്ടിക്കലി മനസ്സിലാവുന്നതല്ലേ. ഇതിപ്പോ നമ്മളിപ്പോ ഡിസ്റ്റൻസ് ഡിഗ്രി ആയിരുന്നു, ചിലപ്പോ അതിന്റെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് റെഗുലർ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ടൈമിലൊക്കെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഡിഗ്രി അല്ലേ? അതായത് ഇപ്പം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത്രയും കാലം ഇപ്പൊ ഇഗ്നൂന് ഒരു വാല്യൂ ഉണ്ട്, ഇഗ്നൂല് ഡിഗ്രി എടുക്കുന്നതിന് ഒരു വാല്യൂ ഉണ്ട് ഇത്രയും നാള്. അത് ഇപ്പൊ നിങ്ങൾക്കും കൂടെ നിങ്ങളിപ്പോ ഓൺഗോയിങ് ബാച്ചിനും ആ ഒരു വാല്യൂ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ ഇന്റേൺഷിപ്പ് പോലെ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് അറ്റൻഡ് ചെയ്യാം. അത് വേറെ ഒന്നിനല്ല, നമ്മുടെ നോളജ് ലെവലും നമ്മുടെ ഒരു എന്താ പറയാ ഈ സബ്ജക്റ്റിന്റെ ഒരു നോളജും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം കോൺഫിഡൻസ് കിട്ടും. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പഠിച്ചാലും ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇലക്ടീവ് പേപ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലേൺ വൈസിന്റെ. ഇനി അങ്ങോട്ട് കുറച്ചൊരു 10 പേപ്പേഴ്സ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിന്റെ അത്ര ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവില്ല, ക്ലാസ്സിലാണെങ്കിലും അസൈൻമെന്റിലാണെങ്കിലും ഒക്കെ. നിങ്ങൾ ഈ 3 വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയർ ആണ്. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഇത്രയും പേപ്പേഴ്സ് 7 പേപ്പേഴ്സേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ 8 ആണ്, സെക്കൻഡ് ഇയറിലാണ് 10 പേപ്പർ വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഇപ്പോഴേ ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ അസൈൻമെന്റിനെ പറ്റിയൊക്കെ നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളാം, അസൈൻമെന്റ് വർക്ക് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ഇയറിനേക്കാൾ നല്ല രീതിയിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.